കുറച്ചു മാസം മുൻപ് വരെ ഈ കാണുന്ന റോഡിൽ കൂടിയുള്ള വാഹന ഗതാഗതം ദുഷ്കരമായിരുന്നു. ഇന്ന് ആ സ്ഥിതി ആകെ മാറി. സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി. മുഖ്യമന്ത്രി ഈ റോഡ് നാടിനായി സമർപ്പിക്കും. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് ഉദ്ഘാടനം നടത്തുന്നത്. 1500 കോടിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തിന് 220 കോടിയോളം ചിലവഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം മാറ്റമായിരിക്കുകയാണ്. ജനങ്ങൾക്ക് നല്ല ശുദ്ധമായ വായു ശ്വസിക്കുന്നത് പോലെയാണ്. നമ്മളിപ്പോൾ ഞാനൊരു വണ്ടിയാണ് ഓടിക്കുന്നത്. ആ ഓടിക്കുന്നതിൻ്റെ ഇതിൽ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് പാലം വരെ പോകാൻ കഴിയുന്നുണ്ട്. നേരത്തെ കഷ്ടപ്പാടാണെങ്കിൽ ഇപ്പം വളരെ മനോഹരമായിരിക്കുന്നെന്നാണ് എൻ്റെ അഭിപ്രായം. 12 റോഡുകൾ പൂർണ്ണമായി പുനർനിർമ്മിക്കുകയും 28 റോഡുകളുടെ നവീകരണവുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാന കാലത്താണ് സ്മാർട്ട് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. മുമ്പൊക്കെ നമുക്കറിയാം, ഒരു ചെറിയൊരു വർക്ക് നിന്ന് എസ്പെഷ്യലി PWDയുടെയൊക്കെ വർക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഫിക്സഡ് ടൈം എല്ലാവർക്കും അറിയാം, 2, 3, 4, 5 വർഷമാണ് എന്നൊരു കൺസെപ്റ്റ് തന്നെ ഒരു ആളുകളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ തോന്നിച്ചെങ്കിലും വളരെ അതിന് മുമ്പേ പെട്ടെന്ന് തീർന്നു. ആ ഒരു കാര്യത്തിൽ ഒരു ക്രെഡിറ്റ് തന്നെ പറയേണ്ടി വരും. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഓരോ റോഡിനും പ്രത്യേക കരാർ നൽകിയാണ് നിർമ്മാണം നടത്തിയത്. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും റോഡിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.